ഷെഫിക്കേ ഇതെന്താ പറയുക ഇത് കഫിയല്ലേ? അതെ, ഇതാണ് കഫിയ. ഒരുപാട് ആളുകൾക്ക് ഇതെന്തിനാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലും മറ്റും ഉപയോഗിക്കുന്നത് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. കാരണം പറയാനുള്ള കാരണം പ്രകാശ് രാജ്, സത്യരാജും ആഷിഖാബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കഫിയായിട്ട് വന്നപ്പോൾ ഇവരെന്താ മുസ്ലിമായ അത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിരുന്നു. ഇതെന്ന് പറയുന്നത് ഫലസ്തീൻ്റെ ഒരു അടയാളമാണ്. ഇത് ഫലസ്തീൻ ജനത ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ ചെവി മൂക്കൊക്കെ മൂടി കെട്ടിയിട്ട് ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ നമ്മൾ ഗാന്ധിനെ പോലെ കാണുന്നവർ അവിടുത്തെ ഒരു ഐതിഹാസികമായ നേതാവാണ് യാസർ അറഫാത്ത് എന്നുള്ളത്. അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലും മറ്റും പോകുമ്പോൾ നല്ല അറിവുള്ള ആളെ നല്ല പ്രസംഗം നടത്തുന്ന സമയത്തൊക്കെ നിരന്തരമായിട്ട് ഈ കഫി ഉപയോഗിച്ചിരുന്നു. അങ്ങനത്തെ ഫലസ്തീൻ്റെ അടയാളമായി മാറുകയാണ് ഉണ്ടായത്. ഈ കഫിയിൽ കുറച്ച് കാര്യങ്ങൾ ഫലസ്തീൻ്റെ സൂചിപ്പിക്കണം കേട്ടോ. ഈ കാണുന്നത് കണ്ടോ, ഇത് അവിടുത്തെ ഒലീവ് ജില്ലകളുടെ അടയാളപ്പെടുത്തുകയാണ് ഇതിൽ. അതുപോലെ അത് അവിടുത്തെ നദികളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് അവിടുത്തെ കടലിൽ പോണ മുക്കമ്മമാരും മറ്റു കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് ഉപയോഗിക്കാനുള്ള കാരണം ഇത് ഉപയോഗിക്കാന്നുള്ളത് പോലും ഇന്നത്തെ കാലത്ത് ഫലസ്തീൻ എന്ന രാജ്യമുണ്ട്, ലോകത്തുണ്ട്, അതിനോട് ഐക്യപ്പെടലിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ആളുകളും ഇത് ഉപയോഗിക്കുന്നത്. ഈ ഒരു കഫിയെ കുറിച്ചുള്ള നോളജ് ഉള്ള സുഹൃത്തുക്കളെ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഉപകാരപ്രദമായ ഇത്തരം വീഡിയോ നിങ്ങളിലേക്ക് വീണ്ടും എത്താൻ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ.